ജനീഷ് എം എൽ എ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കോവിഡ് കഴിഞ്ഞ ആദ്യം ഞാൻ തീർത്ഥാടന സെക്രട്ടറിയായിരുന്നു. ശിവഗിരി 2 വർഷം തീർത്ഥാടനം മുടങ്ങിപ്പോയി. അപ്പൊ ആ തീർത്ഥാടനത്തിന് ജനീഷിനെ വിളിക്കുമ്പോൾ ജനീഷ് ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു. കാരണം കോന്നിയിൽ ജനിച്ച ഒരു MLA ശിവഗിരിയിൽ തീർത്ഥാടനത്തിന് ആര് പറഞ്ഞു ക്ഷണിച്ചു? അപ്പൊ എന്റെ മനസ്സിൽ ജനീഷിനെ കുറിച്ച് മുൻപേ ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നു എന്നതുകൊണ്ടാണ് അന്ന് വിളിക്കുവാനുള്ള കാരണം. കാരണം ജനീഷിലുള്ള ഗുരുദേവനുള്ള ഭക്തി, ജനീഷിന്റെ പ്രവർത്തന ശൈലിയൊക്കെ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിൽ കണ്ടിരുന്നത് കൊണ്ടാണ്. അപ്പൊ ജനീഷിനെ തീർച്ചയായിട്ടും ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ, വീണ്ടും കോന്നിക്കാരുടെ MLA ആയിട്ട് വരുവാനെന്നാണ് നമ്മുടെ പ്രാർത്ഥന. അത് തീർച്ചയായിട്ടും അതിനുള്ള ഒരു അനുഗ്രഹം ഗുരു നൽകും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. കാരണം ഓരോ വ്യക്തികളുടെയും മനസ്സുകളിലേക്ക് പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യ മനസ്സുകളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളത് നമ്മുടെ ഒരു MLA എന്നുള്ള നിലയിലോ മന്ത്രി എന്നുള്ള നിലയിലോ ഒരു പൊതു പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നയാള് എന്നുള്ള നിലയിൽ വിഘട്ടുമായിട്ട് പോകാനുള്ളതാണ്. അതിനൊരു മാതൃകയാണ് ജനീഷ്. കാരണം ഒരാൾ ഒരിക്കൽ വിളിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എന്നോട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് വേറെ ആരും സംസാരിച്ചപ്പോൾ സലീംജി എന്നെ സലീംജി പറയുകയായിരുന്നു, വീട്ടിലെ ഇലക്ഷൻ സമയത്ത് ചെന്നു. പക്ഷെ പിന്നീട് ഒരു പൊതു കാര്യത്തിന് വേണ്ടി ഫോൺ വിളിച്ചു സലീം ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് തിരിച്ചിങ്ങോട്ട് അഭിസംബോധന ചെയ്തു. അപ്പൊ അതാണ് പൊതുപ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ, കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഈ ഇത്രയും ജനകീയനായ ഒരു മനുഷ്യൻ നമ്മുടെ കെ ബാബു ആയിരുന്നു പണ്ട് കാലത്ത്. കെ ബാബുവാണ് രാഷ്ട്രീയ പൊതുമേഖലകളിൽ ഏറ്റവും താഴേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളുടെ ഇടയിൽ. അപ്പൊ അതുപോലെ ഒരാളായിട്ട് ജനീഷ് മാറിയിരിക്കുന്നുണ്ട്. അപ്പൊ ജനീഷിന് അത് തീർച്ചയായിട്ടും അനുഗ്രഹമാണ്, ഗുരുത്വം ഉണ്ടാവും, അതിന് യാതൊരു സംശയവുമില്ല. ജനീഷിന് നാളുകളില് നല്ലത് വരട്ടെ എന്ന് നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഗുരുവിന്റെ മുമ്പിൽ നമുക്ക് നടത്താം. തീർച്ചയായിട്ടും അത് സംഭവിക്കും.